നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ നടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ അടി തുടങ്ങിയിരിക്കുന്നു. താഴെത്തട്ടിലും മേലെത്തട്ടിലുമൊക്കെ മുൻകാലങ്ങളിൽ ഇടതു പാർട്ടികളിൽ ഇതങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇടതു പാർട്ടികളും വ്യത്യസ്തമല്ല. അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ് CPI എന്നാണ് വെപ്പ്. അടിസ്ഥാന വർഗത്തെ സംരക്ഷിക്കുന്ന പാർട്ടി എന്നാണ് ഇതിനർത്ഥം. ഒരു അടിസ്ഥാന വർഗക്കാരന്റെ ചിരച്ഛേദം നടത്തിയാണ് CPI അത് തെളിയിച്ചിരിക്കുന്നത്. നാട്ടികയിൽ CC മുകുന്ദൻ MLA ഇന്നലെ രാത്രി CPI പുറത്താക്കിയിരിക്കുന്നു. മുകുന്ദൻ വർഗശത്രുവായി പരിണമിച്ചതല്ല ഇതിന് കാരണം. MLA സ്ഥാനം കൊണ്ട് അഴിമതി നടത്തി ബൂർഷ ആയതുമല്ല കാരണം. മറിച്ച് പാർട്ടി കാട്ടിയ ഒരു നീതി നിഷേധത്തിനെതിരെ ശബ്ദമുയർത്തിയതാണ് മുകുന്ദന് വിനയായത്. പാർട്ടിയിൽ നിർമ്മിച്ച ടേം വ്യവസ്ഥ പാർട്ടി തന്നെ ലംഘിച്ച് മുകുന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് എതിരെ അയാൾ പ്രതികരിച്ചതാണ് പുറത്താക്കലിന് കാരണമായത്. മുകുന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് പുതിയൊരു സഖാവിനെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയായിരുന്നില്ല. അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു സഖാവിന് അവസരം കൊടുക്കാൻ വേണ്ടിയും ആയിരുന്നില്ല. മറിച്ച് 2 തവണ MLA ആയ ഒരു വ്യക്തിക്ക് മൂന്നാമതും ഈ സ്ഥാനം താലത്തിൽ വെച്ച് നൽകിയതിനെതിരെ മുകുന്ദൻ പ്രതികരിച്ചതിന് എതിരെയായിരുന്നു. CPIയിൽ ഇത് മണ്ണാർക്കാടും നടക്കുകയാണ്. അവിടെ നേതാക്കന്മാർക്കെതിരെയല്ല, സാധാരണ പ്രവർത്തകർക്ക് നേരെയാണ് നടപടി. സ്ഥാനാർത്ഥിത്വത്തിന് അർഹതയുള്ള നേതാക്കളുടെ നിരയുണ്ടായിട്ടും പാർട്ടിക്കാരനല്ലാത്ത ഒരു പുത്തൻ മുതലാളിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയാണ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചത്. ഇതിനാണ് അവിടെ പ്രവർത്തകരുടെ ഗളച്ഛേദം നടത്തിയിരിക്കുന്നത്. CPIയിൽ മാത്രമല്ല CPMലും ഇതുതന്നെയാണ് അവസ്ഥ. മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ CPM സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തുരുത്താണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി. കാലങ്ങളായി ഈ സീറ്റ് CPM ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഇമ്പിച്ചി ബാവയുടെ കാലം മുതൽ CPM ആണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. P നന്ദകുമാർ ആയിരുന്നു ഇവിടുത്തെ MLA. അദ്ദേഹത്തിന്റെ ആദ്യ ടേമാണിത്. എന്നാൽ ഒരു ടേം പൂർത്തിയാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തെ വെട്ടിയിരിക്കുന്നു. സീറ്റ് നൽകിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, PSC ചെയർമാനായിരുന്ന MK സക്കീറിനാണ്. 21 അംഗങ്ങളുള്ള PSC മുഖേന ഇപ്പോൾ നിയമനങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് അവിടെ കാര്യമായ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ചെയർമാന് ഔദ്യോഗിക വസതിയും 8 ലക്ഷം രൂപ ശമ്പളവും വേണമെന്ന് വാദിച്ച് പാർട്ടിയോട് ഏറ്റുമുട്ടിയ മാന്യനാണ് ഇദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാരന്റെ ലളിത ജീവിതത്തിന് ഇത്രയും തുകയെങ്കിലും വേണമെന്ന് വാദിച്ച സക്കീറിന് PSCയിലെ കാലാവധി കഴിഞ്ഞപ്പോൾ വഖഫ് ബോർഡിന്റെ ചെയർമാനാക്കി. ഇപ്പോൾ MLA സീറ്റ് നൽകിയിരിക്കുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഒരാൾക്ക് തന്നെ നൽകുന്നതിനെതിരെയാണ് പൊന്നാനിയിലെ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. മഞ്ചേശ്വരത്തും ഇതുതന്നെയാണ് അവസ്ഥ. അവിടെ സ്ഥാനാർത്ഥിയായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന KR ജയാനന്ദനെ ചൊല്ലിയാണ് പ്രതിഷേധം. CPM പ്രവർത്തകർ ആഗ്രഹിച്ച ഷാനവാസ് പടൂരിനെ തള്ളി ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കിക്കുന്നതിനെതിരെയാണ് പ്രവർത്തകർ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണമായി സാധാരണ പ്രവർത്തകർ ആരോപിക്കുന്നത് പണത്തെയാണ്. പാർട്ടി നേതാക്കന്മാരുടെ പണക്കൊതിയാണ് ഇതിന് കാരണമായി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയുടെ ഇങ്ങനെയുള്ള പല നടപടികൾക്കുമെതിരെയാണ് ആലപ്പുഴയിൽ നിന്ന് G സുധാകരൻ ഗർജിക്കുന്നത്. PWD കോൺട്രാക്ടർമാർ പാർട്ടിയെ നിയന്ത്രിക്കുന്നെന്ന് G സുധാകരൻ 2020 തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രായത്തിന്റെ പേരിൽ സുധാകരനെ പോലുള്ളവരെ വെട്ടിനിർത്തിയപ്പോൾ മറ്റു ചിലർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയതിന് എതിരായാണ് സുധാകരന്റെ പ്രതിഷേധം. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില കാട്ടുന്ന പുച്ഛച്ചിരിയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനിൽ കാണുന്നതെന്നാണ് സുധാകരന്റെ ആരോപണം. ഇതിനെതിരെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കലാപക്കൊടി ഉയർത്തിയത്. സുധാകരനെ ശാന്തനാക്കാൻ ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഫോണിൽ സംസാരിച്ചിട്ടും പരിഹാരമായിട്ടില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടറി R നാസറും വീട്ടിലെത്തി സംസാരിച്ചിട്ടും സുധാകരൻ വഴങ്ങിയിട്ടില്ല. ഇപ്പോൾ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ സാഹചര്യത്തിൽ പിന്തുണയുമായി UDF വീട്ടുപടിക്കൽ കാത്തു നിൽക്കുന്നുവെന്നാണ് മറ്റൊരു വിവരം. ഇതുകൊണ്ടൊക്കെയാകണം പാർട്ടി ഇപ്പോൾ സുധാകരനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർട്ടി മാത്രമല്ല, സംസ്ഥാന സർക്കാർ, പോലീസ് ഇന്റലിജൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരും മറ്റു ജില്ലകളിലുള്ള പാർട്ടി സഖാക്കളും G സുധാകരന്റെ വീടിനു ചുറ്റും കാവലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സുധാകരന്റെ നീക്കങ്ങൾ എന്താണ്? അദ്ദേഹം എവിടെയൊക്കെ പോകുന്നു? അദ്ദേഹത്തെ കാണാൻ ആരൊക്കെ വരുന്നു? അവർ എത്ര നേരം സുധാകരനുമായി സംസാരിക്കുന്നു? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ് ഇവരുടെ ഡ്യൂട്ടി എന്നാണ് സുധാകരന്റെ അനുയായികൾ ആരോപിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.